ഷെറീൻ, ആ സിനിമയിൽ സെറിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ലേ സ്നേഹങ്ങൾക്കിടയിൽ അവരുടെ സ്വാർത്ഥതകൾക്ക് വിധേയായി പോകുന്ന ഒരു കഥാപാത്രം. പിന്നീട് അവസാനം അതിനെയൊക്കെ അതിജീവിച്ച് തിരിച്ചു വരാൻ തനിക്കൊപ്പം ആരുമില്ല, താൻ തന്നെയാണ് തന്നെ നയിക്കേണ്ടത്, തൻ്റെ ആത്മവിശ്വാസമാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ ഒരു ജേണി സെറിനെ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു കഥാപാത്രം, അങ്ങനെയുള്ള ജീവിതം അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളെയൊക്കെ. ഇത് വളരെ കോംപ്ലക്സ് ക്യാരക്ടർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. അപ്പോ കുറച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായിരുന്നു ആക്ച്വലി ക്യാരക്ടറിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അതിൽ നിന്നാണ് നമ്മളെല്ലാവരും ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത്. പിന്നെ ഈ ഓരോ സിറ്റുവേഷനിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ എങ്ങനെ റിയാക്ട് ചെയ്യും, അതെല്ലാം നമ്മൾ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്ത് മിനുക്കി പണിഞ്ഞതാണ്. കുറേ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത റോളുകളിലെല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുത്തതും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഈ സിനിമയിലാണ്. സെറീന, ഇപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു നാടക സംഘമായി അതിൽ വരുന്ന എല്ലാവരും അവരവരുടെ വേഷങ്ങൾ അതിമനോഹരമായി ചെയ്തു. കാരണം ഇത് പൂർണ്ണമായല്ലേ സംഭാഷണങ്ങളിൽ അടിസ്ഥാനമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ വാക്കും പ്രധാനപ്പെട്ടാണ്, ഓരോ കഥാപാത്രവും പ്രധാനപ്പെട്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് വളരെ നിർണായകമായിരിക്കാം. കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടേതായ ഇംപ്രവൈസേഷനുകളൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് നൽകിയത്, സീനുകൾക്ക് നൽകിയത്? എല്ലാവരുടെയും ഒരു പിന്തുണ അത് സെറിനിലെ അഭിനേത്രി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇത് എല്ലാവരും എന്റെ കോ ആക്ടേഴ്സ് എല്ലാവരും ഞാനും ഷാജോൺ ചേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവരും ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പോ അവരെല്ലാവരും രീതിയിലാണ് എന്നെ വെൽക്കം ചെയ്ത് ഈ ഗ്രൂപ്പിലേക്ക്. ഇത്രയും ആണുങ്ങളുടെ മുമ്പിൽ ഒറ്റ പെൺകുട്ടിയായി ഞാൻ ഒറ്റപ്പെട്ടു പോകല്ലോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു ആദ്യം. പക്ഷെ ആ ആശങ്കയെല്ലാം പെട്ടെന്ന് തന്നെ മാറി. ഇവരെന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. കുറെ കഥാപാത്രം അനുഭവിച്ച ആശങ്ക ഒരു നടിയെന്ന നിലയിൽ അവിടെ എത്തിയപ്പോൾ ഒട്ടുമില്ലായിരുന്നു. ഭയങ്കര അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഇവർക്ക് ആ ക്രാഫ്റ്റിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ബാക്കി മറ്റുള്ളവരൊക്കെ വിളിച്ചോ? ഇതിന്റെ ആനന്ദേകർഷി അല്ലെങ്കിൽ ഷാജോൺ, വിനയ് ഫോർട്ട് ഇവരൊക്കെ ആയിട്ട് സന്തോഷം പങ്കുവച്ചോ? സംസാരിച്ചു. നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ്. വളരെ വളരെ ഹാപ്പിയാണ് എല്ലാവരും.